മക്കളെ തുടങ്ങാം നമുക്ക്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഗൂഗിൾ മീറ്റുകാർക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഗൂഗിൾ മീറ്റുകാർക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സോ നമ്മൾ എവിടെ വരെയാണ് പഠിച്ചു നിർത്തിയത്? നീലം കർഷകരുടെ കലാപമാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് അല്ലേ? ഇനി ആര് ജോയിൻ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. സോ അടുത്തത് അടുത്തത് നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത് സോ പെസന്റ് റിവോൾട്ട് ഇൻ കേരളയാണ് കേട്ടോ. പെസന്റ് റിവോൾട്ട് ഇൻ കേരളയാണ് നമുക്കിനി അടുത്തത് പഠിക്കാനുള്ളത്. ബ്രിട്ടീഷ് മലബാർ ബിസിനസ് money persons struggle. It was exploitation and suppression of the landlords and the British that led to the revolt in Malabar. The British treated the Genoese landlords as owners of the land. The revolt was against the atrocities of the landlords, including eviction of tenants. Such atrocities were carried out with the support of the British. Farmers of South Malabar were tenants who cultivated the land obtained of leads from landlords. Most of these tenants, Mappilas, Muslims in Malabar. അപ്പോൾ മലബാർ പ്രദേശത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിഭാഗത്തെ വിളിക്കുന്ന പേരാണ് ദ മാപ്പിളാസ്, അതായത് മാപ്പിളമാർ എന്നാണ് ഈ ഭാഗത്ത് താമസിക്കുന്ന മുസ്ലിം വിഭാഗത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ നിങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ രാവിലത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കും. പിന്നെ നിങ്ങൾക്ക് റെഗുലറായിട്ട് ക്ലാസ് നടക്കുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെയുടെ എണ്ണം കുറവാണെങ്കിൽ വെറുതെ എടുത്ത് എന്തിനാ എൻ്റെ സമയങ്ങൾ. ഇതിലും പങ്കാളിത്തമാണ്. നിങ്ങളെക്കാട്ടിൽ ഇരട്ടിയുടെ ഏതാണ്ട് ഭൂരിഭാഗം കുട്ടികളും 9ാം ക്ലാസ്സിലെ കുട്ടികൾ ഈ രാവിലെ നടക്കുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണ്. അപ്പൊ അവരുടെ പങ്കാളിത്തം വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിത്തം 10ാം ക്ലാസ്സിന് വളരെ കുറവാണ്. അതുകൊണ്ട് ഇത്തരത്തിലാണ് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കും. എനിക്ക് ആ സമയം കൂടെ 9ാം ക്ലാസ്സിൽ എടുക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ പങ്കാളിത്തം കുറവാണെങ്കിൽ അടുത്ത ആഴ്ച മുതൽ. സോ നോക്കിക്കോ, are known as Mappilas.
So these struggles that happened in 19th century are known as the Mappilas rebellions. അതായത് കേരളത്തിൽ നടന്ന കർഷക കലാപങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു മലബാർ ഉണ്ടായിരുന്നത്. മറിച്ച് തിരുവിതാംകൂറും കൊച്ചിയും അവർ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഭരിച്ചുകൊണ്ട്, അതായത് അവരുടെ പാവകളായിരുന്ന രാജാക്കന്മാരായിരുന്നു അക്കാലത്ത് തിരുവിതാംകൂറും അതേപോലെ തന്നെ മലബാറും ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ തിരുവിതാംകൂറും കൊച്ചിയും. എന്നാൽ നേരെ മറിച്ച് അവരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു മലബാർ ഉണ്ടായിരുന്നത്. ആ മലബാറിൽ നടന്ന കർഷക കലാപങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനിയും പഠിക്കാനായിട്ട് പോകുന്നത്. ഈ കലാപത്തിലേക്ക് മലബാറുകാരെ കൊണ്ട് ചെന്ന് എത്തിച്ചത് ജന്മിമാരുടെ ചൂഷണവും അടിച്ചമർത്തലുകളുമാണ്. ഈ കലാപത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചത് ജന്മിമാരുടെ ചൂഷണങ്ങളും അതേപോലെ തന്നെ അടിച്ചമർത്തലുകളുമാണ്. ബ്രിട്ടീഷുകാര് ഭൂ ഉടമകളായിട്ട് കണക്കാക്കിയിരുന്നത് അക്കാലത്ത് ജന്മിമാരെയായിരുന്നു. കാരണം എന്താ? ഭൂമി അവരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭൂ ഉടമകളായിട്ട് ജന്മിമാരെയാണ് കണക്കാക്കിയത്, മറിച്ച് കർഷകരെ അല്ല. ഇവിടെ കലാപം നടന്നത് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി അവിടെ ജന്മിമാര് കർഷകരെ കുടിയൊഴിപ്പിച്ചു. ഇതിന്റെ ഫലമായിട്ടാണ് കർഷക കലാപങ്ങള് സംഭവിച്ചിട്ടുള്ളത്. അതായത് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി ജന്മിമാർ കർഷകരെ കുടിയൊഴിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് മലബാറിൽ മാപ്പിള കലാപങ്ങള്, കർഷക കലാപങ്ങള് ആരംഭിച്ചിട്ടുള്ളത്. അതായത് അക്കാലത്ത് മലബാറിൽ ഉണ്ടായിരുന്ന ഭൂമി ഉടമസ്ഥാവകാശം ഞാൻ പറഞ്ഞു ജന്മിമാരായിരുന്നു. ആ ജന്മിമാരുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി പാട്ടത്തിനെടുത്തുകൊണ്ട് കൃഷി ചെയ്തവരായിരുന്നു തെക്കൻ മലബാറിലെ കർഷകർ. ഇവരിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും മാപ്പിളമാരായിരുന്നു. അതായത് തെക്കൻ മലബാറിലെ മുസ്ലിം കർഷകരെ വിളിച്ചിരുന്ന പേരാണ് മാപ്പിളമാര്. പക്ഷെ ഇവിടെ ഈ നമ്മുടെ തിരുവിതാംകൂർ പ്രദേശത്തെ മാപ്പിളമാരെന്നറിയപ്പെടുന്നത് ആരാ? ക്രിസ്ത്യാനികളാണ്, അല്ലേ? ഗൂഗിൾ മീറ്റ് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? പിള്ളേരെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, ടീച്ചറിന് കേൾക്കാമല്ലോ? ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന മാപ്പിളമാരാണ്, മുസ്ലിങ്ങളെ വിളിച്ചിരുന്ന പേരാണ് മാപ്പിളമാരെന്ന്. പക്ഷെ നമ്മുടെ തിരുവിതാംകൂറിൽ മാപ്പിളമാരെന്ന് വിളിക്കുന്നത് ആരെയാണ്? ക്രിസ്ത്യാനികളെയാണ് മാപ്പിളമാരെന്ന് വിളിക്കുന്നത്. എന്നാൽ തെക്കൻ മലബാർ പ്രദേശത്ത് അല്ലെങ്കിൽ മലബാർ പ്രദേശത്ത് ആകമാനം മുസ്ലിങ്ങളെ വിളിക്കുന്ന പേരാണ് മാപ്പിളമാരെന്ന്. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിൽ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടോടുകൂടി ഇത്തരത്തിൽ കലാപങ്ങൾ ഉണ്ടാവുകയും ഇത്തരത്തിൽ ഉണ്ടായ കലാപങ്ങളെ ദ മാപ്പിള റിബല്യൻ, എനിക്കിവിടെ ഭയങ്കര ഇടിയാണ്. ഇത്തരത്തിലുണ്ടായ കലാപങ്ങളെ മാപ്പിള റിബല്യൻ അഥവാ മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നു. മനസ്സിലായോ?
ഉണ്ടാകുന്ന കലാപങ്ങളെ മാപ്പിള റിബല്യൻ അഥവാ മാപ്പിള കലാപങ്ങൾ എന്ന് അറിയപ്പെടുന്നു. മനസ്സിലായോ? ഏതാണ്ട് 22ഓളം കലാപങ്ങളാണ് ഞാൻ പഠിക്കുന്ന സമയത്ത്. ഞാൻ മാപ്പിള കലാപത്തെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 23 കലാപങ്ങളാണ് അവിടെ ഉണ്ടായതായിട്ടാണ് ചരിത്രകാരന്മാര് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അവിടെ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയും ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. MSP, മലബാർ സ്പെഷ്യൽ പോലീസ്. കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. അപ്പൊ ഈ കലാപത്തിന് കാരണമായി പറയുന്നത് ബ്രിട്ടീഷുകാര് തെറ്റായിട്ടുള്ള നികുതി നയമാണ്. കേട്ടോ, Connolly, during the Mappila riots, the insurgent murdered Connolly, the then district magistrate of Malabar, at his residence in West Hill. കാലിക്കട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. Around 22% revolts took place in Malabar. ഞാൻ പറഞ്ഞില്ലേ, 22ഓളം കലാപങ്ങളാണ്, കർഷക കലാപങ്ങളാണ് മലബാറിൽ നടന്നിട്ടുള്ളത്. To suppress these revolt, the British raised a special armed police battalion named Malabar Special Police അഥവാ MSP. മലബാർ സ്പെഷ്യൽ പോലീസ് അഥവാ MSP. To inquire about the frequent revolt, the British government appointed William Logan Commission. The commission pointed out that the course of the struggle was unfair land revenue system of the British land revenue system of the British. Struggles from jungles, the Sandals. സാന്താൾ കലാപം നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതും കൂടെ ഞാനൊന്ന് പറയാം. അപ്പൊ അവിടെ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേന ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. അതാണ് MSP അഥവാ മലബാർ സ്പെഷ്യൽ പോലീസ്. അപ്പൊ ഇങ്ങനെ ഏതാണ്ട് 22ഓളം കലാപങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ പറയുമ്പോൾ ആ തുടർച്ചയായിട്ടുണ്ടായ കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. അപ്പോൾ ഏതാണ്ട് 22ഓളം കലാപങ്ങൾ നടന്ന് ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? വില്യം ലോഗൻ കമ്മീഷനെ
നിയമിച്ചു. കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചാല് പോയിന്റ് ഔട്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി നയമാണ് ഈ കലാപങ്ങൾക്കൊക്കെ തന്നെ കാരണം എന്നാണ് അവര് പറഞ്ഞത്. മനസ്സിലായോ? ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി നയങ്ങളാണ് കലാപത്തിന് കാരണമെന്ന് വില്യം ലോഗൻ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. ഇതിനകത്ത് നമ്മുടെ പുസ്തകത്തിനകത്തൊക്കെ മലബാർ കലാപത്തെ കുറിച്ച് വളരെ ചുരുക്കിയാണ് പറയുന്നത്. പക്ഷെ ഇതിനെക്കാട്ടിലും അപ്പുറം ചരിത്രം, ഡിഗ്രിക്ക് ചരിത്രമൊക്കെ എടുത്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും, പഠിക്കുന്നവരുണ്ടെങ്കിൽ. അപ്പൊ നോക്കി, ഒരു എക്സ്ട്രാ റീഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. കനോലി പ്രഭു. ഈ കലാപ കാലത്ത് കോഴിക്കോടിന്റെ മാപ്പിള കലാപങ്ങൾ നടക്കുന്ന സമയത്ത് അന്നത്തെ കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്നു കനോലി. അദ്ദേഹത്തിന്റെ വെസ്റ്റ് ഹില്ലിലുള്ള വസതിയിൽ വെച്ച് കലാപകാരികൾ എന്ത് ചെയ്തു? കൊലപ്പെടുത്തി. മനസ്സിലായോ? അദ്ദേഹം കനോലി ആരായിരുന്നു? ഹു വാസ് ദ കനോലി? District Magistrate of Malabar. Yes. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓഫ്. അദ്ദേഹത്തെ എവിടെ വെച്ചാണ് കൊലപ്പെടുത്തിയത്? കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റിൽ വെച്ചാണ്, അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം മനസ്സിലായോ? യെസ്. കൃപാ വിനോജി. അങ്ങനെ ഒരാളെ ഗൂഗിൾ മീറ്റ് ഞാൻ കണ്ടായിരുന്നു. കൃപ, നീ എവിടെ ആയിരുന്നു? ഞാൻ നിന്നെ കാണാനേ ഇല്ലായിരുന്നല്ലോ. എന്തു പറ്റിയായിരുന്നു? ടീച്ച്മെന്റിലായിരുന്നോ? ഓക്കെ, നിന്നെ ഗൂഗിൾ മീറ്റ് കണ്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. സോ ഇതിന്റെ നോട്ടും PPT ഞാൻ അയച്ചിട്ടുണ്ട്, കണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പോ ഇതിന്റെ വീഡിയോ ഷെയറിങ് നമുക്ക് ഞായറാഴ്ച കാണാം. നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ടീച്ച്മെന്റിൽ നിന്ന് മാറും കേട്ടോ. ടീച്ച്മെന്റുകാരെ നമ്മള് സോ ഞങ്ങൾ ഇന്നലെ അതിന്റെ ട്രെയിനിങ്ങിലായിരുന്നു. ജി സ്യൂട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേട്ടാ കാണും. ജി സ്യൂട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? അതിലേക്ക് നമ്മളൊരു 1-2 ദിവസത്തിനകം എല്ലാവരും മാറും. അപ്പോഴും നമുക്ക് ക്ലാസ് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. ഗൂഗിൾ മീറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് നിങ്ങളുടെ ബാക്കിയുള്ള നിങ്ങളുടെ ടീച്ചേഴ്സ് നിർദ്ദേശം തരും, അതനുസരിച്ച് പ്രവർത്തിക്കുക. സോ അപ്പം നമ്മൾ ഗൂഗിൾ മീറ്റിലേക്ക് മാറും. പിന്നെ നമ്മുടെ നോട്ടൊന്നും നമ്മുടെ വാട്സപ്പിൽ ഇടില്ല, എല്ലാം അതിനകത്തെ എടുത്തുള്ളൂ. അവിടുന്ന് വേണം നിങ്ങൾക്ക് എടുക്കാനായിട്ട്. സോ നോക്കിക്കോ. അപ്പൊ അടുത്തത് കാടുകൾ കലാപഭൂമിയാകുന്നു. Struggles from jungles. The Sandal is a tribe inhabiting the valleys of Rajmahal Hills, stretching across the present Bengal, Jharkhand and Bihar. They lived closely nature and earned a living
by farming and collecting forage produced goods. They were steady and hardworking and had their own unique culture. The rhythm of their life was disturbed with the establishment of the British rule. Samantas and Manilanders captured their land. The British officers made them work as slaves, laying railway lines. When their life became unbearable, they decided to take up arms against the British under the leadership of Saido and Kanku. The Rajmahal Hills became a battle field against the British. The British were shot at their fighting spirit of the Sandals could not keep it going for long. Thousands of Sandals were killed in the struggle. പിള്ളേരെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്കൊരു ഭയങ്കര മഴയാണ്. കേൾക്കാം സർ. നിങ്ങൾ പറയുന്ന എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സോ സാന്താൾ റിബിളിനെ കുറിച്ചാണ് നമ്മളിനി about the resistance of the Santhal against the British. One 1855, the tribes became the victims of the British rule. The gathering forms produced cattle releasing, shipping, cultivation and hunting were the major means. Livelihood. The forest hands imposed by the British made the life miserable. Sandal village and illustration. They were prohibited to enter forest when the British declared forest had protected the forest and
where abundance trees became by the British were declared as protected forest. The British widely felt dreams well. Forced to a railway lines and build ships, and for plantation the British levied tax at higher rates of the forest produced collected by the tribes. അതായത് ബംഗാള്, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് ഇന്നത്തെ ബംഗാള്, ഇന്നത്തെ ബീഹാർ, ഇന്നത്തെ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന ഈ 3 സംസ്ഥാനങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരകളിൽ ജീവിച്ചു വന്നിരുന്ന ഗോത്രവർഗങ്ങളാണ് സാന്താൾമാർ. ഇന്നത്തെ ബംഗാളുണ്ട്, ബീഹാറുണ്ട്, ജാർഖണ്ഡ് ഉണ്ട്. ഈ 3 സംസ്ഥാനങ്ങളിലായിട്ട് പരന്നു കിടന്നിരുന്ന രാജ്ഗിരി കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്നിരുന്ന ഗോത്രവർഗ വിഭാഗമാണ് സാന്താൾമാര്. ഇവര് പ്രകൃതിയോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളവരായിരുന്നു, അല്ലെങ്കിൽ പ്രകൃതിയോട് കൂടുതൽ അടുപ്പവും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചവരാണ്. വനവിഭവങ്ങൾ ശേഖരിച്ചും മറ്റുമാണ് അവരുടെ ജീവിത രീതി പിന്തുടർന്ന് വന്നിരുന്നത്. ഇവര് ഒരുപാട് ശക്തിയുള്ളവരും കരുത്തന്മാരും അധ്വാനശീലരുമൊക്കെ ആയിരുന്നു. ബ്രിട്ടീഷുകാർ അവരുടെ ആധിപത്യം സ്ഥാപിച്ചതോടുകൂടി ഒരു താളത്തിലാണ് അവരുടെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത്. ഋതം അനുസരിച്ചായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ അവരുടെ ആധിപത്യം സ്ഥാപിച്ചതോടുകൂടി അവരുടെ ജീവിതത്തിന്റെ താളമാകെ തെറ്റി. അങ്ങനെ അവരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ജമീന്ദാർമാരും അതുപോലെ മണ്ണിലിന്റെ കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി. അതേപോലെ തന്നെ റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷുകാര് സാന്താൾമാരെ അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിച്ചു. വളരെ ക്രൂരമായിട്ടാണ് അവരൊരു പെരുമാറിയതും അവരെ കൊണ്ട് ജോലി എടുപ്പിച്ചത്. അങ്ങനെ ജീവിതം വഴിമുട്ടിയ സാന്താൾമാർ അവരുടെ നേതാക്കന്മാരായിരുന്ന സിദ്ധുവിന്റെയും കാനുവിന്റെയും നേതൃത്വത്തില് എന്തു ചെയ്തു? റിബല്യൻ ആരംഭിച്ചു, ആയുധമെടുത്തു. ഡിഗ്രിക്കൊക്കെ ആണെങ്കിൽ ഇത് വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. അങ്ങനെ രാജ്മഹൽ കുന്നുകൾ ബ്രിട്ടീഷ് ചൂഷകന്മാരുടെ അവരോട് എതിർക്കാനുള്ള പോരാട്ട വേദിയായിട്ട് മാറി രാജ്മഹൽ കുന്നുകൾ. അങ്ങനെ ഈ ട്രൈബൽസിനോട് അവരുടെ ആ പോരാട്ട വീര്യം കണ്ട് ബ്രിട്ടീഷുകാര് പകച്ചു നിന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. എന്നാൽ പഴയ വെപ്പൺസ് ഉപയോഗിച്ചാണ് അവർ പോരാട്ടം നടത്തിയത്. ആ പോരാട്ടം അവർക്ക് ഒരുപാട് നാൾ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല.
അങ്ങനെ ഈ പോരാട്ടം നടക്കുകയും ആയിരക്കണക്കിന് സാന്താൾമാരാണ് ഈ പോരാട്ടത്തിൽ മരണപ്പെട്ടത്. മനസ്സിലായോ? മുകളിൽ നൽകിയിട്ടുള്ള വിവരണം 1885 സാന്താൾ കലാപം നടന്നതിന്റെ ഒരു ചെറു വിവരണമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാന്താൾ കലാപത്തിന്റെ വർഷം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. 1885 1885 ആണ് സാന്താൾ കലാപം നടന്ന വർഷം. കുട്ടികളെ ഓരോ വർഷവും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ വർഷം നോട്ട് ചെയ്ത് വെക്കുക. 1885 സാന്താൾ കലാപം. അങ്ങനെ 1885 സാന്താൾ കലാപം നടന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഗോത്ര ജനതയും ബ്രിട്ടീഷുകാരുടെ ആധിപത്യം കൊണ്ട് കഷ്ടപ്പെട്ടവരാണ്. ഗോത്രവർഗക്കാരുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് വിഭവങ്ങൾ ശേഖരിക്കുക, കന്നുകാലി വളർത്തുക, പുനഃകൃഷി, ഇവയൊക്കെ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജീവനോപാധികൾ എന്ന് പറയുന്നത്. അങ്ങനെ ജീവിച്ചു വന്ന ആ ഗോത്രവർഗക്കാരെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങള്, ഫോറസ്റ്റ് ലോസ്, ആ വന നിയമങ്ങള് വളരെ ദുരിതത്തിലാഴ്ത്തി. അങ്ങനെ ദുരിതത്തിലായ അവര്, അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് വനത്തെ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചതോടെ വനത്തിലേക്ക് കയറാനുള്ള അവരുടെ ആ ഒരു അവകാശം നിഷേധിക്കപ്പെട്ടു. അങ്ങനെ വനത്തിലേക്ക് കയറാനുള്ള അവസരം അവർക്ക് നിഷേധിക്കപ്പെട്ടു. ഈ പിള്ളേരെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സംരക്ഷിതമായിട്ടുള്ള വനപ്രദേശം എന്ന് ബ്രിട്ടീഷുകാര് പ്രഖ്യാപിച്ച പ്രദേശങ്ങളൊക്കെ തന്നെ അവർക്ക് ആവശ്യമായ മരങ്ങൾ വേണമായിരുന്നു. അവർക്ക് ആവശ്യമായ മരങ്ങൾ വേണമായിരുന്നു. ആ മരങ്ങള് ഉള്ള പ്രദേശങ്ങളാണ് അവർ സംരക്ഷിത വനമായിട്ട് പ്രഖ്യാപിച്ചത്. മനസ്സിലായോ? അവര് വനങ്ങളിൽ നിന്നും ധാരാളമായിട്ട് മരങ്ങൾ മുറിച്ചെടുത്തു. എന്തിനൊക്കെ വേണ്ടിയായിരുന്നു? കപ്പൽ നിർമ്മാണത്തിനും അതേപോലെ തന്നെ നമ്മളുടെ റെയിൽപാത നിർമ്മാണത്തിനും ഒക്കെയായിരുന്നു അവര് മരങ്ങള് വനത്തിൽ നിന്നും മുറിച്ചെടുത്തത്. അത്തരത്തിൽ അവർക്ക് ആവശ്യമായ മരങ്ങൾ നിൽക്കുന്ന വനപ്രദേശങ്ങളൊക്കെ തന്നെ അവര് എന്ത് ചെയ്തു? സംരക്ഷിത വനമായിട്ട് പ്രഖ്യാപിച്ചു. അതേപോലെ തന്നെ മറ്റൊരു കാര്യത്തിന് അവര് മരങ്ങൾ വ്യാപകമായിട്ട് നശിപ്പിച്ചത് തോട്ടങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ടാണ്. തോട്ടങ്ങൾ, നമ്മുടെ നിലമ്പൂരൊക്കെ തേക്ക് തോട്ടങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ, തോട്ടങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് അവരെന്ത് ചെയ്തു? മരങ്ങളെ വ്യാപകമായിട്ട് വനത്തിൽ നിന്നും മുറിച്ചു മാറ്റി. അതുപോലെ തന്നെ അവർ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗോത്രവർഗക്കാര് വനത്തിൽ നിന്നും ശേഖരിക്കുന്ന വനവിഭവങ്ങള്, ഫോറസ്റ്റ് പ്രൊഡ്യൂസ്ഡ്, ഇവയ്ക്ക് അമിതമായിട്ടുള്ള നികുതി ഏർപ്പെടുത്തി. ഇത്തരത്തിൽ ഒക്കെ തന്നെ ഗോത്രവർഗക്കാരെ അവര് ചൂഷണം ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടായ സാഹചര്യങ്ങൾ മൂലമാണ് സാന്താൾമാര് മാത്രമല്ല വിവിധ ഗോത്ര വിഭാഗങ്ങളാണ് അവർക്കെതിരെ കലാപം ആരംഭിച്ചത്. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല, ഭയങ്കര മഴയാണ്. സോ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്.
സാന്താൾ കലാപം ചിത്രകാരന്റെ ഭാവനയിൽ വരച്ചിട്ട ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ ചിത്രത്തിനകത്ത് കൊണ്ട് നോക്കൂ, കുറച്ച് കുടിലുകൾ കൊടുത്തിട്ടുണ്ട്, കുറച്ച് വൃക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായോ ടീച്ചറിന്റെകാര്? ഇത്രയും ഭാഗം മനസ്സിലായോ? ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? നിങ്ങൾക്ക് മഴയുണ്ടോ പിള്ളേരെ? മഴയുണ്ടോ? ഇല്ല സർ. ഓക്കെ, സോ അപ്പോൾ സമയം ഇത്രയും മക്കളെ. 6:37. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറിച്യ കലാപമാണ്. ഇതേപോലെ തന്നെ നമ്മളുടെ കേരളത്തിലെ വയനാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഗോത്രവർഗ വിഭാഗമാണ് കുറിച്യന്മാര്. നമുക്ക് നോക്കാം. Kurukya revolt. Kurukya revolt was another tribal insurgency against the British. It was organized by the Kurukya and the Kurumba tribes. ഏതൊക്കെ ട്രൈബ്സ് ആണ്? കുറിച്യ ആൻഡ് കുറുമ്പ. കുറിച്യ ആൻഡ് കുറുമ്പ ട്രൈബ്സ് ആണ്. ഓക്കെ, ഓഫ് വയനാട് ലാണ്. വർഷം നോട്ട് ചെയ്യുക. കുറിച്യ കുറുമ്പ കലാപം നടന്നത് 1812 സാന്താൾ കലാപം നടന്ന വർഷം 1855. കുറിച്യ കുറുമ്പ കലാപം നടന്ന വർഷം 1812. വർഷം നോട്ട് ചെയ്തിട്ട് വേണം. നമുക്ക് സ്കൂളിൽ വന്നതിന് ശേഷം നമുക്ക് ഈ വർഷങ്ങളെല്ലാം ചേർത്തൊരു ചാർട്ട് തയ്യാറാക്കണം. അതിന് നിങ്ങളുടെ സഹായം ഞാൻ നിങ്ങളെ സഹായിക്കും. കഴിഞ്ഞു പോയ 10ാം ക്ലാസ് അല്ല, അതിന് മുമ്പത്തെ നിങ്ങൾ 8 പഠിക്കുമ്പോഴത്തെ 10ാം ക്ലാസ്സുകാരെ കൊണ്ട് ഞാൻ അത്തരത്തിലൊരു ചാർട്ട് തയ്യാറാക്കിയിട്ട് വെച്ചിരുന്നു. അത് ക്ലാസ്സിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രയോജനം ചെയ്തെന്നാണ് പിള്ളേർ പറയുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ക്ലാസ്സിൽ വന്നതിന് ശേഷം നമുക്കും ഇത്തരത്തിൽ വർഷങ്ങൾ നമ്മളുടെ 1 മുതൽ 10 വരെയുള്ള പാഠങ്ങളിലെ എല്ലാ തരത്തിലുള്ള എല്ലാ വർഷങ്ങളും ചേർത്ത് നമുക്ക് ആ ക്രോണോളജിക്കൽ ഓർഡർ, നിങ്ങൾക്ക് അതും പ്രയോജനപ്പെടും. കാരണം പരീക്ഷയ്ക്ക് ടൈം ലൈൻ നിർമ്മിക്കാനായിട്ടൊക്കെ ചോദിക്കും. അത്തരത്തിൽ ചെയ്തു വെക്കുകയാണ് നിങ്ങൾക്ക് അത് ഒരുപാട് പ്രയോജനപ്പെടും. സോ അപ്പോൾ 1812 നടന്ന മറ്റൊരു ഗോത്രവർഗ കലാപമാണ് കുറിച്യ കുറുമ്പ കലാപം. Let's examine the reasons of this revolt. Imposition of excessive tax by the British, compulsion for paying tax in cash. ഇവിടെ ടാക്സ് എങ്ങനെ തന്നെ കൊടുക്കണം? ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം, അല്ലാതെ അവർ സമ്മതിക്കില്ല. നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ കണ്ടതാണ് അല്ലേ? ക്യാഷ് ആയിട്ട് തന്നെ നിർബന്ധമായിട്ടും കൊടുക്കണമെന്ന് പറയുന്നു അല്ലേ?
നീലം കർഷകരുടെ കാര്യത്തിൽ നമ്മളത് കണ്ടതാണ്. ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടി വന്നു. Seizing of agricultural land for non-payment of tax. The revolt was led by the Kurichya leader Raman Nambi. Several people other than the tribes also joined the struggle. The British government suppressed the struggle and killed Raman Nambi. The Beba, the sub-collector of Talasheri, recorded, if writers could resist one more month, they could control the entire state. Besides the Sandals and the Kurichya revolt, several other tribals insurgency broke out in